ആഹാ എൻ്റെ പൊന്നെ. നമ്മളിന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഇത്തിരി നേരത്തെ ഉണ്ടാക്കിയാലേ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബീഫ് ചാപ്സ്, അതാണ് നമ്മളിന്ന് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ബീഫ് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടാണ് കൊണ്ടുവന്നേക്കണം. അത് വേവിച്ചതിന് ശേഷമാണ് ചെറിയ കഷ്ണമൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ അത് ചാപ്സ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ആദ്യം നമുക്ക് അടുപ്പ് കത്തിച്ച് പരിപാടികളൊക്കെ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ബീഫ് അത്യാവശ്യം നല്ല വലിയ കഷ്ണം, അതായത് ഒരു 100-150 ഗ്രാം അല്ലെങ്കിൽ പോട്ടെ ഒരു 200 ഗ്രാമെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതേപോലെ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടാണ് ബീഫ് എടുത്തേക്കണം. അത് വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മീഡിയം കഷ്ണങ്ങളാക്കി അരിയുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ ഉപ്പിട്ട് വേവിച്ചെടുത്താണ്. കുറച്ച് വെള്ളം ഒഴിക്കണം. അധികം വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ആണ് നമ്മൾ വേവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതൊന്ന് മൂടി വെക്കാം. കുറച്ചു നേരം മൂടി വെച്ച് നല്ലപോലെ വേവിക്കണം. ഒരു 2 ചിലപ്പോൾ ഒരു 3 മണിക്കൂറിനടുത്തെങ്കിലും വേവിക്കണം. അപ്പോൾ ഇത് നല്ലോണം കത്തിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നല്ലോണം തിളക്കുന്നുണ്ട് സംഭവം. ഇത് ഇടയ്ക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇറച്ചി വെന്തിട്ടില്ല, കുറച്ചും കൂടി വേണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് കപ്പ ഇടുന്നുണ്ട്. അതായത് കപ്പ എന്ന് വെച്ചാൽ നമ്മൾ ഇതും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇറച്ചിയിൽ തന്നെ കിടന്ന് കപ്പ വേട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കപ്പ ഇടുന്നുണ്ട്. കപ്പ ഇപ്പോൾ വലിയ സൈസാണ്. അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. വെള്ളം കുറവാണ്. അപ്പോൾ നമ്മൾ കപ്പക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇടുന്നുണ്ട്. കാര്യം ഇറച്ചിയിലുള്ള ഉപ്പൊക്കെ കപ്പ വലിച്ചെടുക്കും. അപ്പോൾ കപ്പക്കുള്ള ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് മൂടി വെച്ച് നമ്മൾ ഒന്നും കൂടി നല്ലപോലെ വേവിക്കണം. വാഴ കരിഞ്ഞോണ്ടിരിക്കും. അപ്പോൾ ഇനി നല്ലോണം ഒന്നുകൂടി കത്തിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് വേവിക്കണം. ഒരുപാട് ടൈം എടുക്കും. സംഭവം മണിക്കൂർ 3-3.5 മണിക്കൂറായി. എല്ലാം അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഞാൻ പൊക്കി നോക്കിയായിരുന്നു. അപ്പോൾ ഇറച്ചിയും വെന്തിട്ടുണ്ട്, കപ്പയും വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഇറച്ചി എടുത്ത് മാറ്റിയിട്ട് ചാപ്സിന് വേണ്ടിയിട്ടൊരു അരിഞ്ഞെടുക്കണം. അപ്പോൾ അതേപോലെ അരിഞ്ഞെടുക്കും. കപ്പ നമ്മൾ മാറ്റും. കപ്പ ഇനി കഴിക്കാൻ നേരത്തെ എടുക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഇറച്ചി ഓരോ പീസായിട്ട് എടുത്തിട്ടാണ് നമ്മൾ അരിയാൻ പോണം. അപ്പോൾ ഈ ചാപ്സിന് അരിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു മീഡിയം ഉണ്ടോ, ഈ ഒരു വീതിയിൽ നല്ല സ്ലൈസായിട്ടിരിക്കണം. അപ്പോൾ അതാണ് ഒരു ചാപ്സിൻ്റെ അതന്നെ, ഇതാണ് ആ ഒരു സംഭവം ഉണ്ടോ. ഇതാണ് ഇത്രയും കൂടി വണ്ണം കുറയണം. ഇതിപ്പോൾ അറ്റത്തെ പീസായതുകൊണ്ടാണ് ഒരെണ്ണം കൂടി അരിഞ്ഞെടുക്കാം. ഇതുണ്ടോ, ഇതാണ് കറക്റ്റ് ചാപ്സിൻ്റെ ഒരു സംഭവം ഉണ്ടോ. ഈ ഒരു സാധനം അങ്ങോട്ട് വെന്ത് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും. അല്ല, കറി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ സൂപ്പറായിരിക്കും. സംഭവം
നമ്മൾ 2 കിലോ ഇറച്ചി വാങ്ങിച്ചിട്ട് ഇറച്ചി ഇങ്ങോട്ട് പോയെന്നറിയാൻ പറ്റില്ല, ചുരുങ്ങി പോയി. അമ്മ നല്ല ചൂടാണ്, ഒരു രക്ഷയില്ല. അടുപ്പത്ത് ഇങ്ങനെ കയറ്റിയത് ശരിക്കും ഇത് നല്ല ചൂടാടുകൂടി തന്നെ അരിയണം. ചൂടാടുകൂടി അരിഞ്ഞില്ലെങ്കിൽ ഇവൻ കറക്റ്റായിട്ട് കിട്ടൂല, അല്ലു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അത്ര ചൂടാടുകൂടി തന്നെ അരിയണം. ഓക്കെ, കപ്പൊക്കെ ഉണ്ടല്ല ശരിക്കും ആ ഇറച്ചിയുടെ വെള്ളവും എല്ലാം കൂടിയൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ, ഒരു 1.5 കപ്പായിരിക്കും. ഒരു രക്ഷയുണ്ടല്ലോ ഈ കപ്പ. ഇപ്പം എന്തായാലും ഞാൻ തിന്ന് കാണിക്കണല്ല. ഒരു കപ്പ താഴ്ത്തു. ദൈവമേ, കൊതിയ എനിക്കറിയാം, നിങ്ങളുടെ കൊതിയ. അത് കുഴപ്പമില്ല, കഴുകിയെടുത്തോളാം. കഴുകിയെടുക്കണ്ട, ഞാൻ എടുത്തേക്കാം. അപ്പൊ ഇനി നമ്മുടെ താളിക്കൽ പരിപാടി ഒരു രക്ഷയില്ല കേട്ടോ, കപ്പ കിട്ടില്ല. അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് സവാള ഇടുന്നുണ്ട്. സവാള നല്ലപോലെ വേണം, അപ്പോൾ സവാള ഇടുന്നുണ്ട്. അപ്പൊ സവാള വാടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. അപ്പൊ കുറച്ച് വേപ്പല ഇടുന്നുണ്ട്. എടാ ചാലി, എടാ പച്ചമുളക്. ഓക്കെ, താങ്ക് യു. അപ്പൊ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് അട്ടാണി ഇടുന്നുണ്ട്. അട്ടാണി ഇതിൻ്റെ അകത്ത് ഒരു മെയിനായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അത് വെച്ചാൽ വേറെ കാര്യം എന്താ വെച്ചാൽ അട്ടാണി നല്ലപോലെ കഴുകി നല്ല അടിപൊളിയാക്കി ഇടണം. അതിൽ ഇത് ഫുള്ള് കെമിക്കലായിരിക്കുള്ളൂ. അപ്പം അട്ടാണി ഒന്ന് വേകാൻ വേണ്ടിയാണ് ഇപ്പം ഇതിൻ്റെ ഇട്ടണം. ഇത് മറ്റേ അട്ടാണി അല്ല കേട്ടോ, ബിരിയാണിക്കൊക്കെ ഇടുന്ന പച്ചട്ടാണില്ലേ, അതാണ് കേട്ടോ. അട്ടാണി ഒന്ന് ചെറുതായിട്ട് വേകാനാണ് ഇപ്പോഴേ ഇട്ടേക്കണത്. അപ്പം നമ്മളിഞ്ഞ് മസാല ഇടണേണ്. അപ്പം നമ്മൾ ആദ്യം കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. അതായത് മുളക് പൊടി ഇതിൻ്റെ അകത്ത് ഇടാത്തതുകൊണ്ട് മല്ലിപ്പൊടിയും ഗരം മസാല, കുരുമുളക് പൊടി, അതാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്. അപ്പം കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ മേടിച്ച് പൊടിപ്പിച്ചെടുത്ത സാധനമാണ് ഗരം മസാല. ഗരം മസാല കുറച്ച് ഇടുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുരുമുളക് പൊടിയും കുറച്ച് അധികം വേണം. കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മസാല അത്യാവശ്യം റെഡിയാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാറ്റി വെച്ച ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് നമ്മൾ ഇപ്പോഴാണ് ചേർക്കണം. അത് ഓരോ ആൾക്കാരുടെ രീതി അനുസരിച്ചാണ് ചേർക്കണം. ചില ആൾക്കാർ ആദ്യമേ ചേർക്കും, ചില ആൾക്കാർ ഇത്തിരി താമസം ചേർക്കുള്ളൂ. നമ്മൾ ഇത്തിരി താമസിച്ചാണ് ചേർത്തേക്കണം. അപ്പോൾ ഇഞ്ചി നമ്മൾ നടുക്ക് ഇത്തിരി ഇട്ടൊന്ന് ചൂടാക്കിയിട്ട് എല്ലാ മസാലയിലേക്ക് മൊത്തം പിടിപ്പിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് ഇടുന്നുണ്ട്. തേങ്ങാക്കൊത്തൊന്നും എല്ലാവരും ഇടുന്ന സാധനമല്ല,
നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടണ്ട, അങ്ങനത്തെ ഒരു സാധനം. അപ്പം മസാല നല്ലതുപോലെ മൂപ്പിക്കണം. അപ്പം ശരിക്കും നല്ല മണം വരുന്നുണ്ട്. സംഭവം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മസാല നല്ലപോലെ മൂത്തിരിക്കണം, എങ്കിലേ ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. പിന്നെ നമ്മൾ അവസാനമായിട്ട് ഇത് കണ്ട അണ്ടിപ്പരിപ്പാണ്. അപ്പോൾ അതൊന്ന് നമ്മളടിച്ച് മിക്സിയിലടിച്ച് എടുത്തതാണ്. അപ്പം അതും ഇതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ തേങ്ങാപ്പാൽ, അതായത് ഒരു വലിയ മുറി തേങ്ങയുടെ പാല്, അപ്പോൾ അത് മൊത്തം അങ്ങോട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഏലക്ക ഇടുന്നുണ്ട്. ഏലക്ക നമ്മൾ പറിച്ച് കീറി എടുത്തേക്കുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതാണ് നമ്മൾ ഏലക്ക ഇപ്പോൾ ഇടുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ഗംഭീര മസാല, അതായത് നല്ലപോലെ ഇട്ട് നമ്മൾ താമസിപ്പിച്ച് മൂപ്പിച്ചെടുത്താലും മസാല നല്ല സൂപ്പറായിരിക്കും. മസാല നല്ല അടിപൊളിയാണ്, സൂപ്പറായിട്ടുണ്ട്. അപ്പം നമ്മുടെ ബീഫ് ചാപ്സിനുള്ള ബീഫും കൂടി അങ്ങോട്ട് ഇടാൻ പോണെയാണ്. ബീഫ് നല്ല ചൂടാക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പം ഇനി ബീഫ് ഇതിൻ്റെ അകത്തേക്ക് ഓരോന്നായിട്ട് ഇട്ട് പയ്യെ ഒന്ന് ഇളക്കണം. അധികം ഇളക്കാൻ പറ്റില്ല, പൊടിഞ്ഞു പോകും. സംഭവം ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി, ഒന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചാൽ മതി. ആഹാ, എൻ്റെ പൊന്നെ, എന്താ ഒരു നല്ല കിടിലനായിട്ട് വരുന്നുണ്ട് കേട്ടാ. ദൈവമേ, എന്തായിരിക്കും ടേസ്റ്റ്. ഇപ്പോഴാണ് നമ്മുടെ ആ ചാപ്സിൻ്റെ ശരിക്കും ആ ഒരു മണവും ഏലക്കയുടെ മണവും എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് അടിച്ച് മൂക്കിലായിട്ട് കയറുന്നുണ്ട്. സംഭവം ഇനി ഇട്ട് അധികം ഇളക്കാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് എടുക്കാം. സംഭവം അടിപൊളിയായിട്ടിരിപ്പുണ്ട്, വേറെ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ സാറേ. ഇനിയിപ്പോൾ എടുത്ത് ഒന്ന് കഴിച്ചാൽ മാത്രം മതി. ചട്ടിയാടെ തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഇരുന്ന് കഴിക്കാം. അപ്പോൾ നമ്മുടെ കപ്പ എടുത്ത് എവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കപ്പ അങ്ങോട്ട് ഇട്ടേ. ഓക്കെ, കപ്പ റെഡിയാണ്. അപ്പോൾ നമ്മുടെ ചാപ്സ്, അതായത് ചാപ്സ് കുറച്ചും കൂടി ഗ്രേവി ആയിട്ട് എടുക്കും, നല്ല ടൈറ്റായിട്ട് എടുക്കും. അപ്പം നമ്മൾ ശരിക്കും ആമ്പിള്ളേർക്ക് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് എടുക്കണതാണ് ഇഷ്ടം. കുറച്ചും കൂടി ഗ്രേവി ആയിട്ട് എടുക്കാം, കുഴപ്പമൊന്നുമില്ല, നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ നല്ല ടൈറ്റായിട്ടാണ് എടുത്തേക്കണം. അപ്പോൾ ചാപ്സ് കുറച്ച് ഇതിൻ്റെ പൊക്കത്തേക്ക് ഇടാൻ മതി. മണ്ണ് അടിച്ചിട്ട് ഇരിക്കാൻ പറ്റണില്ല. നമ്മൾ ആദ്യം കപ്പയാണല്ലോ ഉണ്ടാക്കിയത്, അപ്പോൾ നമ്മൾ ആദ്യം കപ്പ തന്നെ ഒന്ന് തിന്ന് നോക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ആദ്യം കപ്പ തന്നെ തിന്ന് നോക്കാം. എന്ത് പറയാനാ, ഒന്നും പറയാനില്ല. ഇനി നമ്മളെ ചാപ്സ് ഇതുണ്ട, അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ എണ്ണയും ആ ഒരു നെയ്യൊക്കെ ഇങ്ങനെ ഒലിച്ചൊലിച്ചിറങ്ങി ഇങ്ങനെ നിൽക്കണണ്ട. എൻ്റെ പൊന്നോ,
ദൈവമേ ഈ കൊതിയൊക്കെ ഞാൻ അവിടെ കൊണ്ട് തീർക്കും. നല്ല അടിപൊളിയാണ്, സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ഗ്രേവി ഉണ്ടാക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്. കാര്യം ഇത്തിരി കൂടി ഗ്രേവി ഉണ്ടെങ്കിൽ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും അതിൻ്റെ കൂടെയൊക്കെ നല്ലോണം കഴിക്കാൻ പറ്റും. അപ്പോൾ സംഭവിച്ചാലേ നമ്മൾ അടുപ്പിൽ, അതായത് ഈ ഇതിൻ്റെ അകത്ത് ചട്ടിയിൽ വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ലേറ്റ് ആകുന്നത്. ഗ്യാസ് അടുപ്പിലൊക്കെ ആണെങ്കിൽ ഇത്രയും ലേറ്റ് ആവില്ല, പെട്ടെന്ന് കഴിയും. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ രൂപവും കോലമൊക്കെ ഇങ്ങനെ മാറണം. ഇപ്പം സമയം എത്രയാണെന്ന് അറിയാമോ? 7 മണി കഴിഞ്ഞ്. അപ്പം നമ്മൾ 2 ലൈറ്റ് ഒക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ലൈറ്റ് സാധനമൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് എടുക്കണത്. അപ്പം ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തു. കഷ്ടപ്പെട്ടെന്ന് ഞാൻ പറയില്ല, നല്ലപോലെ എൻജോയ് ചെയ്തിട്ടാണ് എടുക്കണം. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ തോന്നിയാലും അത് ഇതിൻ്റെ ഭാഗമാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കണം. പിന്നെയും പറയണം ചാനൽ. അപ്പോൾ ശരി, അപ്പോൾ അത് കഴിച്ച് തീർക്കട്ടെ. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൽ നല്ല ഐറ്റമായിട്ടൊക്കെ വരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന വരെ ബീഫ് ചാപ്സ് ഇതിവിടെ നിൽക്കട്ടെ. ഇത് കണ്ടാ എൻ്റെ മോനെ പോരിട്ടടി. ഇതിപ്പോൾ കഴിക്കാനായിട്ട് ഇനി ഞാൻ ഒറ്റക്ക് കഴിച്ചെന്നൊന്നും പറയണ്ട. ഇവിടെ കഴിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ വന്നിരുന്ന് ഇത് കഴിക്കും.